ഞാൻ ഈ കൊറോണയുടെ സമയത്ത് പേടിച്ച് ജീവിച്ചിരുന്നത്. ചില യൂട്യൂബുകാരൊക്കെ മറ്റേ ചെറിയ ക്യാമറ ഒക്കെ ആയിട്ട് വന്നിട്ട് എൻ്റെ വീടിന്റെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇരിങ്ങാലക്കുട വരെയുള്ള തൃശ്ശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുട വരെ ടൈം ലാപ്സ് വീഡിയോ എന്റെ വീട്ടിലേക്കുള്ള വഴി വീട് എത്തിക്കഴിയുമ്പോ നോർമൽ വീഡിയോ എന്റെ വീട് ബാക്കില് കോഴിക്കോട് അലക്കല്ല് ചുറ്റും അപ്പൊ ഫ്രണ്ടിൽ നിന്ന് ചെടി കാണിക്കുന്ന എന്റെ അമ്മ ഇതെല്ലാം കഴിഞ്ഞ് ഒന്നും പറയാണ്ട് ഇവര് പോകും. പിന്നെ കണ്ടന്റ് ആയിട്ട് യൂട്യൂബിൽ വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. വീടിന്റെ ഗേറ്റ് എപ്പോഴും തുറന്നിട്ടോണ്ടിരുന്നതാണ്. ഇപ്പൊ വീടിന്റെ ഗേറ്റ് ഇത് പേടിച്ചിട്ട് അടച്ചിട്ട് തുടങ്ങി. അല്ല അത് ഇപ്പൊ കുറച്ചുകൂടെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. ഇത് ആദ്യം കൈ ക്യാമറ ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ ഇഷ്ടമുള്ളതൊക്കെ അങ്ങ് എടുത്തങ്ങ് ഇടും. അതുപോലെ തന്നെ ടൊവിനോ ബ്രോ നമ്മുടെ ഫ്ലഡ് നടന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവായിരുന്നു. ഫ്ലഡ് നടക്കുന്ന സമയത്തൊക്കെ എനിക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, 20,000 25,000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ ടൊവിനോ ബ്രോയുടെ പേജ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന സ്ഥലത്ത് സാധനം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ലോഡിംഗ് സെന്ററിലാണ് നമ്മൾ അന്ന് നിന്നത്. അപ്പൊ നമ്മൾ ലോറി കയറിയിട്ട് ഇന്ന കോളേജിലായിരുന്നു നമ്മൾ SMV സ്കൂളിലെ SMV സ്കൂളിന്റെ ഗ്രൗണ്ടിൽ അവിടെ ആയിരുന്നു നമ്മൾ നിന്നത്. അപ്പൊ അതൊന്നും നമ്മളൊന്നും അധികം ആർക്കും അറിഞ്ഞുകൂടെ. എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ ബ്രോക്ക് അന്ന് പബ്ലിക്കിൻ്റെ കൂടെ ഇറങ്ങി നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം പുള്ളിക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ചെയ്തുകൂടാ? ഞാനെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന് ഇരിങ്ങാലക്കുടയിലാണ് അത് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, അവിടെ 90% ആൾക്കാരും ചെയ്തിരുന്നു. ഞാൻ സിനിമയിൽ അഭിനയിക്കണമായിരുന്നു കൂടുതൽ ആൾക്കാർ എന്നുള്ളത് അതിനകത്തുള്ളൂ. പക്ഷെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് തട്ടിപ്പോവും എല്ലാരും. എത്ര ദിവസം കൂടെ ഉണ്ടാവും എന്നുള്ള ഇത് പ്രളയത്തിനെ കുറിച്ചല്ല, ഞാൻ പാൻഡമിക് കാലത്തേക്ക് മറ്റേ പ്രളയത്തിന് അതൊരു സൂപ്പർമാൻ ടീഷർട്ട് ഇട്ട് ഗ്യാസ് സിലിണ്ടർ അത് പ്രളയത്തിന്റെ സമയത്തെന്ന് വെച്ചാല് പുറത്തും മഴ നിൽക്കുന്നില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം താഴ്ന്നു തുടങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ അവിടെ വെള്ളം കയറി തുടങ്ങിയത്. അത് ഈ പുഴയുടെ സൈഡിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പിന്നെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെയാണ് അവസാനം പൊങ്ങുക. എൻ്റെ വീടിൻ്റെ അവിടെ 3 കിലോമീറ്റർ അപ്പുറത്ത് ഇത്രയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത് പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ക്യാമ്പിലേക്കൊക്കെ വരണമെങ്കിൽ ആരെങ്കിലും പോയി അവരെ രക്ഷിച്ച് തന്നെ കൊണ്ടുവരണം. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ചു പോയിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. പല സമയത്തും നമ്മളിങ്ങനെ വിറങ്ങലിച്ച് നിന്നു പോകും. അതായത് മഴ നിൽക്കുന്നില്ല, നോക്കി നിൽക്കലെ വെള്ളം ഒരു 20 മിനിറ്റ് കൊണ്ട് ഒരടി പൊക്കത്തിലേക്ക്. വെള്ളത്തിന്റെ പ്രശ്നമാണ് അത്. ആ സമയത്ത് ആരാണെങ്കിലും ചെയ്തു പോകുന്ന കാര്യങ്ങളെ നമ്മളും ചെയ്തിട്ടുള്ളൂ. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റേ 2018 അഭിനയിക്കുകയും ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യമാണ്. അത് സത്യം പറഞ്ഞ ബ്രോയുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അതിനെ ഹെൽപ്പും ചെയ്ത് കാണും അല്ലേ? അത് തീർച്ചയായിട്ടും. എനിക്ക് ഈ ജൂഡേട്ടനും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ജൂഡേട്ടൻ്റെ വണ്ടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ പോയതാ. ഈ അത്താണി അവിടെയൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം മുതലേ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ കോമഡി കഥകൾ വരെയുണ്ട്. ക്യാമ്പിനകത്ത് എല്ലാവർക്കുമുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ അങ്ങനെ ഡൊണേറ്റ് ചെയ്ത് കിട്ടിയിട്ട് അത് കൊടുക്കുമ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ടോപ്പും ബോട്ടും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടിയൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെ എത്ര സ്ഥലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ മധുരം കഴിക്കുന്ന ശീലമുണ്ട്. നേരത്തെ കേക്ക് കുറിച്ചപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേരെ സെറിലാക്കി എടുത്ത് കഴിച്ച ആൾക്കാരുണ്ട്, ചേട്ടന്മാരുണ്ട്. ഇങ്ങനെയുള്ള പല കോമഡികളും അയ്യോ കലൂരൊക്കെ നമ്മുടെ സ്ഥലത്ത് പിന്നെ ഇവിടെ പറയാൻ പറ്റാത്ത കോമഡി. കാരണം ഈ ആൾക്കാർ ആവശ്യമില്ലാത്ത വീട്ടിലിരിക്കുന്ന തുണിയെല്ലാം കൂടെ കെട്ടിപ്പറക്കി കൊണ്ടുവന്ന് ഇവിടെ തട്ടിത്തരും. അപ്പൊ ഇത് നമ്മൾ തന്നു ഇതെല്ലാം അഴുക്ക തുണിയല്ലേ. അപ്പൊ ഇതെങ്ങനെ നമ്മളൊരാൾക്ക് അത് അങ്ങനെ പിന്നെ തിരിച്ചയക്കുന്നു അതിന്റെ പോളം. അപ്പൊ നമ്മളിവിടെ ഞാനിവിടെ എന്നിട്ട് പൂർണ്ണ ചേച്ചിയും ഇന്ദ്രേട്ടനും എല്ലാരും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മള് ഇൻഡസ്ട്രി അൻപോട് കൊച്ചി എന്റെ ഭാഗമായിട്ട് അവിടെ ചെന്നപ്പോ പറയാണ് ഒരു ഒരു വലിയ പെട്ടി വന്നത്. പെട്ടി നിറച്ച് ടൈ ആരോട്ട് ഡൊണേറ്റ് ചെയ്തേക്കണതാ. എന്തായിരുന്നു ടൈ? എനിക്കറിഞ്ഞൂടാ. ഒരു പെട്ടി ടൈ. ഇതൊക്കെ ആൾക്കാർ എന്ത് വിചാരിച്ചിട്ട്? ഇത് ചിലപ്പോ അങ്ങേരുടെ ചിലപ്പോ ടൈ ബിസിനസ് ആയിരിക്കും. അങ്ങേര് വിചാരിച്ചാണ് അതെ പ്രളയത്തിനിടയ്ക്ക് ആർക്കെങ്കിലും ടൈ ആവശ്യം വന്നാലോ ഒരു സമയത്ത് ഇതുപോലെ വേറൊരു അതെന്ന് വെച്ചാല് നമുക്ക് ഡോക്സി സൈക്ലിൻ ഗുളികയില്ലേ, ഗുളിക ഡൊണേറ്റ് ചെയ്ത് സാധനം കിട്ടിയ പാടെ നമുക്ക് എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി നടന്നതാണ്. എരിപ്പനി അതൊക്കെ വരും. ഡോക്സി സൈക്ലിൻ എല്ലാവർക്കും കൊടുക്കുന്നു പറഞ്ഞിട്ട് നമ്മള് ഇത് ചെയ്ത് നിറച്ച് വയ്ക്കുമ്പോൾ എക്സ്പയറി കഴിഞ്ഞ സാധനം അവിടെ ഇറങ്ങിയ ഓടി ഒരു ഓട്ടോ ഉണ്ട്, കഴിക്കല്ലേ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്റെ ഇടയിൽ കൂടെ. അറിയാതെ പറ്റുന്നതായിരിക്കും ചിലപ്പോ അവരും. അത് അങ്ങനെ അറിയാതെ പറ്റുമോ? എനിക്ക് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും അങ്ങനെ അറിയാതെ പറ്റാൻ സാധ്യതയില്ല. ഇത്രയും
ബൾക്ക് ഓഫ് പർച്ചേസ് ആയിരിക്കുമല്ലോ. എല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് വരാനുള്ള സാധ്യത വളരെ പക്ഷെ കുറവാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഡയലമ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലേക്ക് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകില്ല. ഇപ്പോൾ ഡ്രസ്സുകൾ, പേസ്റ്റ്, ബ്രഷ്, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള അടിസ്ഥാനമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് ആ കടയിലെ ചേട്ടന്മാർ പറയണത് ഞങ്ങളുടെ ഓണ സീസൺ കച്ചവടമാണ് മോനെ, ഞങ്ങൾക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല എന്ന്. അത് അവരുടെ ബുദ്ധിമുട്ട് കൂടെ ആലോചിച്ച് നോക്കണം. അവർ ഒരു വർഷം മുഴുവൻ കാത്തിരിക്കുന്നത് ഓണ സീസണാണ്. അപ്പോൾ അങ്ങനത്തെ അതിനിടയിലാണ് ഈ പറഞ്ഞ പോലെ. എന്നാലും നമ്മൾ പറഞ്ഞ ചേട്ടാ എനിക്ക് ഇത്രയും ഷഡ്ഡി ഇടേണ്ട കാര്യമില്ലാന്ന് ചേട്ടൻ അറിയാലോ. 100 ഷഡ്ഡി ഞാൻ ഇടില്ല എന്നറിയാലോ. എനിക്ക് വേണ്ട, എനിക്ക് ബ്രാൻഡ് കൊളാബ് എടുക്കാനല്ല, ആവശ്യമുള്ള ആൾക്കാർ കൊടുക്കാനാണ്. അല്ല അത് ആൾക്കാർ ഇതിന്റെ സീരിയസ്നെസ് അറിയാതെ സംഭവിക്കുന്നതാണത്. പിന്നെ ഞാൻ പൈസ കൊടുത്ത് മേടിക്കാൻ റെഡിയാണ്, ഡിസ്കൗണ്ടഡ് പ്രൈസ് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ പൈസ വേണ്ടേ നമ്മളേലും. ഈ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നമ്മളേലും അങ്ങനെ ഞാൻ ഇത് 2018 എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര വരുമാനം ഒന്നുമുള്ള സമയമല്ലാന്ന് അല്ലെങ്കിൽ. പക്ഷേ എനിക്ക് കുറേ എക്സ്പീരിയൻസസ്, കുറേ തിരിച്ചറിവുകൾ, ഇതിനിടയിൽ കുറേ ആളുകളെ മീറ്റ് ചെയ്യുന്നത്, ഓരോ ജീവിതങ്ങൾ, ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമ്മൾ ഈ പാൻഡമിക്കിൻ്റെ സമയത്തും പ്രളയത്തിൻ്റെ സമയത്തൊക്കെയാണ് ഇത്ര ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരിക. നമ്മൾ ജനിച്ചത് മുതൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇപ്പോഴും സഹായം ആവശ്യമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ കൊറോണയുടെ സമയത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി തുടങ്ങി. ആ പുള്ളിയുടെ മാറിയിട്ടും പുള്ളിക്കത് നിർത്താൻ പറ്റില്ല. കാര്യം പട്ടിണി കിടക്കുന്ന ആൾക്കാർ അത്രയുണ്ട്. ഇപ്പോഴും ഉണ്ട്.